ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ വ്യക്തിത്വങ്ങളിൽ ഒരാളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇസ്ലാം സ്വീകരിച്ച ആദ്യകാല വിശ്വാസികളിൽ ഒരാൾ, പ്രവാചകൻ്റെ വഫാത്തിനു ശേഷം മുസ്ലിം സമൂഹത്തിൻ്റെ ആദ്യ ഖലീഫ. അദ്ദേഹത്തിൻ്റെ ജീവിതം സത്യസന്ധതയുടെയും ത്യാഗത്തിൻ്റെയും അള്ളാഹുവിലുള്ള അചഞ്ചല വിശ്വാസത്തിൻ്റെയും അതുല്യ മാതൃകയാണ്. ഖുറൈശ് ഗോത്രത്തിലെ ബനൂ തൈം വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹത്തിന് സമൂഹത്തിൽ നല്ല ബഹുമാനമുണ്ടായിരുന്നു. വ്യാപാരത്തിൽ സത്യസന്ധതയും നല്ല പെരുമാറ്റവും കാരണം എല്ലാവർക്കും അദ്ദേഹത്തോട് വിശ്വാസമുണ്ടായിരുന്നു. ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് പോലും വിഗ്രഹാരാധനയിൽ അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നില്ല. മദ്യപാനം പോലുള്ള ദുഷ്പ്രവൃത്തികളിൽ നിന്ന് അകന്നു നിന്നിരുന്നു. നല്ല സ്വഭാവവും കരുണയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ പലരും സംശയിച്ചു, ചിലർ എതിർത്തു. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു നിമിഷം പോലും വൈകാതെ സത്യം അംഗീകരിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതെല്ലാം സത്യമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം വെറും വാക്കുകളിൽ ഒതുങ്ങിയതല്ല. തൻ്റെ സമ്പത്തും സമയവും ജീവിതവും ഇസ്ലാമിനു വേണ്ടി സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് നിരവധി പേർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രമുഖ സ്വഹാബികളടക്കം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം വെറും വാക്കുകളിൽ ഒതുങ്ങിയതല്ല. തൻ്റെ സമ്പത്തും സമയവും ജീവിതവും ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചു. മക്കയിലെ മുസ്ലിങ്ങൾ കടുത്ത പീഡനങ്ങൾ നേരിട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ സഹായിക്കാൻ മുന്നിലുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കി അദ്ദേഹം തൻ്റെ സമ്പത്ത് ചെലവഴിച്ചു. അടിമകളായി പീഡിപ്പിക്കപ്പെട്ട മുസ്ലിങ്ങളെ മോചിപ്പിക്കാൻ അദ്ദേഹം സ്വന്തം ധനം വിനിയോഗിച്ചു. അവരിൽ ഏറ്റവും പ്രശസ്തനായത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ചൂടേറിയ മണലിൽ കിടത്തി പീഡിപ്പിക്കപ്പെട്ടിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങി സ്വതന്ത്രനാക്കിയതിലൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കരുണയും ഈമാനും ലോകം കണ്ടു. ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ വിശ്വാസം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തികളിലും പ്രകടമാക്കണം എന്നതാണ്. സമ്പത്തും സ്ഥാനവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ മൂല്യമുണ്ടാകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തിൽ മക്കയിലെ പരീക്ഷണങ്ങൾ, ഹിജ്റയ്ക്ക് മുൻപുള്ള സംഭവങ്ങൾ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള അദ്ദേഹത്തിൻ്റെ അപൂർവ സൗഹൃദം എന്നിവ വിശദമായി പരിചയപ്പെടാം. അള്ളാഹു നമ്മെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസം സത്യസന്ധതയും മാതൃകയാക്കാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.